കോവിഡ് 19 എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ വൈറസ് ബാധ നമ്മുടെ ലോകത്തുണ്ടായ സമയത്ത് നമ്മളൊക്കെ കൃത്യമായി വിമർശിച്ചൊരു രാജ്യം ചൈനയാണ്. ചൈനയ്ക്ക് അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ലോകം കരുതുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കരുതാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചൈനയിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ആയത്. വുഹാനിൽ നിന്നാണ് സ്പ്രെഡ് ആയത്. ആദ്യം ചൈനയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വ്യാപിക്കുന്നു. ആ സമയത്ത് ചൈന ഇതൊക്കെ മൂടി വയ്ക്കുകയാണ്. പിന്നീട് ലോകാരോഗ്യ സംഘടനയുടെ അടക്കം ടീമിന് അങ്ങോട്ട് പോകാനും അന്വേഷിക്കാനും ഒക്കെ ചൈന ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി. അപ്പം അതുകൊണ്ട് ചൈനയുടെ പ്രവർത്തികളിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ചില ഭയപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്കുകൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പങ്കുവയ്ക്കാം. കൂട്ടത്തിൽ ഒരു പുതിയ വൈറസ് ചൈനയിൽ പ്രചരിക്കുന്നുണ്ട് എന്നൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി പ്രേക്ഷകരോട് പങ്കുവയ്ക്കട്ടെ. ഈ പുതിയ വൈറസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പഴയ വൈറസിന്റെ സ്റ്റോറി എന്തായിരുന്നു എന്ന് പറയണമല്ലോ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നും പറയണമല്ലോ. 2019 അവസാനത്തോടു കൂടി ചൈനയിൽ വ്യാപിച്ചു തുടങ്ങുകയും 2020 ലോകം മൊത്തം വ്യാപിക്കുകയും ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരാശി മുഴുവൻ ലോക്ക്ഡൌണിലേക്ക് പോവുകയും ചെയ്ത കാലഘട്ടമാണ് കോവിഡ് 19 കാലഘട്ടം. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യരാശിക്ക് വലിയ ഭീഷണി ഉണ്ടായി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്തൊരു കാലം കൂടിയായിരുന്നു അത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കുന്ന സമയത്താണ് കോവിഡ് വ്യാപിക്കുന്നത്. ഈ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ കോവിഡ് സമയത്ത് കുറെ വാക്സിൻ കമ്പനികളെയൊക്കെ കുറിച്ച് നമ്മൾ കേട്ടു അല്ലേ. ഒരുപാട് കമ്പനികൾ വാക്സിൻസ് വിറ്റഴിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ വാക്സിൻ വിറ്റ് ലാഭമുണ്ടാക്കിയ കമ്പനികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ഫൈസർ 2021 42.6 ബില്യൺ US ഡോളറാണ് നേടിയത്. 2022 100.3 ബില്യൺ US ഡോളർ. അതും കോവിഡ് പ്രോഡക്റ്റുകൾ തന്നെയാണ് മെജോറിറ്റിയും കമ്പനി വിറ്റ് ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ നേടിയത്. 2023 67 ബില്യൺ നേടി. 2024 ഏകദേശം ഒരു 58 മുതൽ 61.5 വരെ ബില്യൺ US ഡോളറാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. മൊഡേണ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി 2020 803 മില്യനും 2021 18.4 ബില്യനും കോവിഡ് വാക്സിൻ സെയിലിൽ നിന്ന് നേടി. 2022 കമ്പനി ടോട്ടൽ നേടിയ 19.3 ബില്യൺ റവന്യൂവില് 18.4 ബില്യനും കോവിഡ് വാക്സിനിൽ നിന്നാണ് കിട്ടിയത്. 2023 കമ്പനിയുടെ റവന്യൂ കുറഞ്ഞു 6.8 ബില്യൺ US ഡോളറായിട്ട്. ഇതിന് കാരണം വാക്സിൻ സെയിൽ കുറഞ്ഞതാണ്. സിനോവാക്ക് എന്ന് പറയുന്ന ചൈനീസ് കമ്പനി 2021-22 ഏകദേശം 90 ബില്യൺ US ഡോളറാണ് കോവിഡ് വാക്സിൻ ഇനത്തിൽ നേടിയത്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഏകദേശം 3 ബില്യൺ അടുത്താണ് 2021 മാത്രം വാക്സിൻ വിറ്റ് നേടിയത്. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട വാക്സിൻ കമ്പനികൾ, വിശേഷിച്ച് അമേരിക്കൻ കമ്പനികൾ ഒന്നാമതും ചൈനീസ് കമ്പനികൾ രണ്ടാമതും നേടിയത് വലിയ ലാഭമാണ് എന്ന് കാണാം. ബില്യൺ കണക്കിന് ഡോളറിന്റെ ലാഭം. ഇനിയാണ് വളരെ കൗതുകമുള്ള ഒരു കാര്യം. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഫൈസർ കമ്പനിയുടെ കാര്യമെടുത്താൽ ആ ഫൈസർ കമ്പനി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിരവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഗ്രൂപ്പുകളും അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ചേർന്ന് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ഫൈസർ കമ്പനി എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കലി ട്രേഡ് ചെയ്തിട്ടുള്ള ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിലെ മേജർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് വാൻഗാർഡ് ഗ്രൂപ്പാണ്. ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മേജർ ഇൻവെസ്റ്റർ ഈ കമ്പനിയിലുണ്ട്. അടുത്തത് മറ്റൊരു വാക്സിൻ കമ്പനിയാണല്ലോ മൊഡേണ. ആക്ച്വലി മൊഡേണ എന്ന് പറയുന്ന കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാന ഇൻവെസ്റ്റേഴ്സ് വാൻഗാർഡ് ഗ്രൂപ്പും ബ്ലാക്ക് റോക്കും എന്ന് പറയുന്ന കമ്പനീസ് ആണ്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെയും പ്രധാന ഇൻവെസ്റ്റേഴ്സ് വാൻഗാർഡ് ഗ്രൂപ്പും ബ്ലാക്ക് റോക്കും എന്ന് പറയുന്ന കമ്പനിയാണ്. അസ്ട്രാസെനക്ക എന്ന് പറയുന്ന വാക്സിൻ കമ്പനിയുടെയും പ്രധാന ഇൻവെസ്റ്റേഴ്സ് വാൻഗാർഡ് ഗ്രൂപ്പും ബ്ലാക്ക് റോക്ക് കമ്പനിയുമാണ്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. സിനോവാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, സിനോഫാം എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ചൈനീസ് കമ്പനികളാണ്, വാക്സിൻ കമ്പനികളാണ്, വലിയ ലാഭമുണ്ടാക്കിയ കമ്പനികളാണ്. ഇത് പ്രധാനമായിട്ടും ചൈനയിലെ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള കമ്പനികളാണ്, അല്ലെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന് നിയന്ത്രണമുള്ള കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാൻഗാർഡിനും ബ്ലാക്ക് റോക്കിനും നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇൻഡയറക്ട്ലി ഈ ചൈനീസ് കമ്പനികളിലും വാൻഗാർഡിനും ബ്ലാക്ക് റോക്കിനും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഇവര് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റേക്സ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചൈനീസ് ഇക്വിറ്റി ഫണ്ടുകളിലൂടെയും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലൂടെയുമാണ്
ഇവര് ഈ രണ്ട് വാക്സിൻ കമ്പനികളിലും അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1975 വാൻഗാർഡ് ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നത്. വാൻഗാർഡ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വലി ഓൺഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അതായത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിലൂടെയാണ് റൺ ചെയ്യുന്നത്. ഈ കമ്പനിയുടെ 2023 അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എത്രയാണെന്ന് അറിയാമോ? അപ്രോക്സിമേറ്റ്ലി $8 ട്രില്യൺ ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഇരട്ടിയിലധികമുണ്ട് ഇന്ത്യയുടെ GDP-യുടെ. അത്രയും വലിയൊരു കമ്പനിയാണ് ഇത്. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി കൂടുതലും നടത്തിയിട്ടുള്ളത്. 1988 ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമാവുന്നത്. ഇത് പബ്ലിക്കലി ട്രേഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജർ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഈ കമ്പനി വളരെ വലുതാണ്. ഇവരുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എത്രയാണെന്ന് അറിയാമോ? 2023 ഇവരുടെ ടോട്ടൽ AUM എന്ന് പറയുന്നത് $10 ട്രില്യൺ ആണ്. എല്ലാ തരത്തിലുമുള്ള കളികൾ നടത്തുന്ന ഒരു രണ്ട് കമ്പനികളാണിത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ പല രൂപത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് ഈ രണ്ട് കമ്പനികളും തമ്മിൽ. സോ ലോകത്തിലെ പ്രധാനപ്പെട്ട വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുടെ എല്ലാം പുറകില് വാൻഗാർഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുമാണ്. ഇത് രണ്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഈ 2020 ലോകം മൊത്തം വ്യാപിച്ച കോവിഡിലൂടെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് അമേരിക്കൻ വാക്സിൻ കമ്പനികളും രണ്ടാമത് ചൈനീസ് വാക്സിൻ കമ്പനികളുമാണ്. സോ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കളികൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതത്ര ചെറുതൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചൈന അമേരിക്കയാണ് ഇത് പടർത്തിയത് എന്ന് പറയുന്നുണ്ട്. അമേരിക്കയിലെ സൈനികരായിട്ടുള്ള ചിലര് വുഹാൻ സന്ദർശിച്ചു എന്നും സൈന്യവുമായി ബന്ധപ്പെട്ട ചിലർ സന്ദർശിച്ചു എന്നും അതിനുശേഷമാണ് കോവിഡ് അവിടെ പടർന്നത് എന്നുമാണ് ചൈന പറയുന്നത്. അല്ല, ചൈനയാണ് ഇത് പടർത്തിയത് എന്ന് അമേരിക്കൻ പറയുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ആര് പടർത്തിയെന്ന് നമുക്ക് അറിയുകയുമില്ല. പക്ഷേ കോവിഡ് കൊണ്ട് ഇവരുണ്ടാക്കിയ ലാഭം ചെറുതൊന്നുമല്ല. ട്രംപ് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ ട്രംപിന് ഒരു പണി എന്ന നിലയിൽ കൂടിയാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിലെത്താൻ പോകുമ്പോൾ വീണ്ടും ഒരു വൈറസ് വ്യാപിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡീപ് സ്റ്റേറ്റുമായിട്ട് ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അറിയില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ കൃത്യമാണ്. വാൻഗാർഡ് ഗ്രൂപ്പും ബ്ലാക്ക് റോക്കുമാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട വാക്സിൻ കമ്പനികളുടെ എല്ലാം പുറകില്. മാത്രമല്ല ഈ വാക്സിൻ കമ്പനികളിൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും അമേരിക്കൻ കമ്പനികളും ചൈനീസ് കമ്പനികളുമാണ്. ഇപ്പൊ ചൈനയില് വ്യാപിക്കുന്ന വൈറസിനെ കുറിച്ച് ഇനി നമുക്കൊന്ന് സംസാരിക്കാം. അതായത് ഇത് HMPV എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. ചൈനയിൽ പലയിടങ്ങളിലും ആശുപത്രികളിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു എന്നാണ് സൂചന. HMPV എന്ന് പറയുന്ന വൈറസ് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വൈറസ് ആണെന്നും ഇതോടൊപ്പം തന്നെ ഇൻഫ്ലുവൻസ A, അതുപോലെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, കോവിഡ് തുടങ്ങിയവയും വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില പോസ്റ്റുകളൊക്കെ പറയുന്നത് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും എന്നാണ്. കുട്ടികൾക്കിടയിൽ ഉൾപ്പെടെ വ്യാപകമായിട്ട് ന്യൂമോണിയ അടക്കമുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വശം. അപ്പൊ ഈ ഒരു വൈറസ് ബാധ നമുക്കറിയാം 2020 നമ്മൾ കണ്ടതിന് സമാനമായിട്ട്, അല്ലെങ്കിൽ 2019 അവസാനത്തിൽ നമ്മൾ കണ്ടതിന് സമാനമായിട്ടാണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് പ്രതീതമാവുന്നത്. ഇത് ഒന്നുകിൽ ഇത് ചൈനയുടെ കളിയാകാം, അല്ലെങ്കിൽ അമേരിക്കയുടെ കളിയാകാം, ഇല്ലെങ്കിൽ ചൈനയിലെയും അമേരിക്കയിലെയും ചില ഗൂഢശക്തികൾ ചേർന്ന് നടത്തുന്ന കളികളാകാം. ഇത് രാഷ്ട്രീയമായ കാരണങ്ങൾ ഇതിന്റെ പുറകിലുണ്ടാകാം. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളോ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള സംഘടനകളുടെയോ ഒരു നീക്കം ഇതിന്റെ പുറകിലുണ്ടാകാം. അതല്ലെങ്കിൽ ഒരു രാജ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാകാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലാഭമുണ്ടാക്കിയതിൽ ഒന്നാമത് അമേരിക്കയും രണ്ടാമത് ചൈനയുമാണ്. വികസിത രാജ്യങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പണമുണ്ട്. അപ്പോൾ അവര് പണമിട്ട് അതിന്റെ പല മടങ്ങ് ലാഭം ഉണ്ടാക്കും. വികസ്വര രാജ്യങ്ങളെ പോലെ, ഇന്ത്യയൊക്കെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഇത് വലിയ പ്രതിസന്ധിയുമാകും. അപ്പോൾ തീർച്ചയായിട്ടും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ചൈനയും അമേരിക്കയും. മറ്റൊരു വൈറസ് വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഒന്നിലേറെ വൈറസുകളാണ് എന്നുള്ളതാണ് ഇതിന്റെ അപകടം. കാരണം ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കമ്പനികൾ മനസ്സിലാക്കി കഴിഞ്ഞു. വാക്സിനിൽ നിന്ന് പണം ഉണ്ടാക്കാം. കാരണം ആളുകൾക്ക് ജീവഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എത്ര പൈസ ചിലവാക്കാനും മടിക്കില്ല, എന്തിനും തയ്യാറാകും, എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും മുടക്കും. ഈ അവസരം വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്താൻ ലോകത്തെ നിഗൂഢ ശക്തികളും മരുന്ന് കമ്പനികളും വാക്സിൻ കമ്പനികളും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളുടെ നാളെയാണ്. അതിലൊരു സംശയവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.